ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എമർജൻസി ഫണ്ട് എത്രയാണ്? എന്താണ് എമർജൻസി ഫണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുമാനമുണ്ട്. വരുമാനം ശമ്പളത്തിൽ നിന്നുള്ള വരുമാനമാകാം, ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാകാം, കമ്മീഷനാകാം. എന്തായാലും അതെല്ലാം വരുമാനമാണ്. നമുക്ക് അതേസമയം ചിലവുകളുമുണ്ട്. അത് വരുമാനം ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ചിലവുകളുണ്ട്, സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളും വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഉണ്ടാകുന്നത്. നമ്മുടെ വരുമാനം എത്ര അടവിലുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക സവിശേഷത എന്താണ്, ഇതൊന്നും നോക്കിയിട്ടല്ല ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളും രൂപം കൊള്ളുക. അവ സ്വമേധയാ സ്വാഭാവികമായി ഉണ്ടാകുന്നു. പക്ഷേ വരുമാനമുള്ളപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളും ഒന്നും വലിയ ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം വരുമാനമുള്ളപ്പോൾ നമുക്കതെല്ലാം നമുക്ക് വളരെ അനായാസേന നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു. കാരണം പണം കൊടുത്താൽ ഇന്ന് നടക്കാത്തതായ കാര്യങ്ങൾ വളരെ അപൂർവമാണ്. എന്നാൽ നമ്മുടെ വരുമാനത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, വരുമാനം ഒന്ന് നിലച്ചു പോയാൽ, അത് ഒരു മാസത്തേക്കോ കുറച്ച് മാസങ്ങളിലേക്കോ ഒക്കെ അങ്ങനെ സംഭവിച്ചാൽ, അപ്പോൾ ഈ പറയുന്ന ആ ഒരു പ്രക്രിയ താളം തെറ്റും. കാരണം വരുമാനം കൊണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചിലവുകളും സാമ്പത്തിക ആവശ്യങ്ങളും ഉണ്ട്, പക്ഷെ അവ നിർവഹിക്കാൻ നമ്മുടെ കയ്യിൽ വരുമാനമില്ല. ഇത് ഒരു പ്രതിസന്ധിയാണ്. സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർ ഇങ്ങനത്തെ അവസരങ്ങളിൽ ബ്ലേഡുകളെയോ അല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടം തരുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളെയൊക്കെ പോയി അവരിൽ നിന്ന് പണം ഉണ്ടാക്കാൻ, ധനസമാഹരണം നടത്താനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ അവസരത്തിൽ നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ അനായാസം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം വളരെ ഭംഗിയായി, സാമ്പത്തിക ആവശ്യങ്ങളും സാമ്പത്തിക ചെലവുകളും നടത്തിക്കൊണ്ടു പോകുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത്? നമുക്ക് ഒരു മാസത്തെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ചിലവുകൾക്ക് വേണ്ട പണം, അത് ലിക്വിഡ് ക്യാഷായിട്ട് നമ്മൾ സമാഹരിച്ച് അത് ഒരു എമർജൻസി ഫണ്ടായി മാറ്റിവെക്കണം. ഇതുപോലെ കഴിയുമെങ്കിൽ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ എമർജൻസി ഫണ്ടുകൾ ഉണ്ടാക്കി സൂക്ഷിക്കണം. ഒരു വ്യക്തിയുടെ കയ്യിൽ എത്രത്തോളം എമർജൻസി ഫണ്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മാസങ്ങളിലേക്ക് വേണ്ട അല്ലെങ്കിൽ എത്ര കാലത്തേക്ക് വേണ്ട എമർജൻസി ഫണ്ടുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ജീവിതം എത്രത്തോളം സുഖകരമാണ് എന്ന് തീരുമാനിക്കപ്പെടുക. നിങ്ങളുടെ എമർജൻസി ഫണ്ട് എത്രയാണ്? നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക.